രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എന്നും ഒരു വെല്ലുവിളിയാണ് കേട്ടോ. പക്ഷേ ചില ദിവസങ്ങളിൽ അങ്ങനെയല്ല കേട്ടോ. അങ്ങനൊരു ദിവസമാണ് ഇന്ന്. അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തും കാണാൻ പറ്റും. അതിന് കാരണം വേറൊന്നുമല്ല, ഈ മാവ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് തലേന്ന് അരച്ച് വെച്ച ഇഡലിയുടെ ബാറ്റർ നല്ല രീതിയിൽ ഫെർമെൻ്റായി പുളിച്ച് പൊന്തി നിൽക്കുന്നത് കാണാനായിട്ട്. എന്നെപ്പോലെ തന്നെ കുറച്ച് പേരുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഇഡലി മാവൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റ് ചെയ്ത് സൈഡിൽ വെച്ചിട്ട് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് ഈ ഇഡലിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം അധികം പച്ചക്കറിയൊന്നും ഇല്ലാത്ത ഒരു മിനിമലായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അധികം എരിയും പുളിയും ഒക്കെ കുറഞ്ഞിട്ടുള്ള ഇഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാർ. അപ്പോൾ അതാണ് ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഡലിയൊക്കെ ചൂടായിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള താളിപ്പ് റെഡിയാക്കണം കേട്ടോ. ഞാൻ താളിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ കായം ചേർത്തിട്ട് താളിച്ചൊഴിക്കുക. അപ്പോൾ ആ ഫ്ലേവർ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചൂട് ഇഡലി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളതേ നേരെ പോയി ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് ആസ്വദിച്ച് ഇഡലി സാമ്പാറൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.